ഹലോ മുത്തുമണികളെ, ഞാൻ ഇന്ന് ചില കാര്യങ്ങൾ പറയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചില കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർമ്മ എന്ന് പറയുന്ന ഒരു സംഭവം നമ്മുടെ ജീവിതത്തിൽ ഉള്ളത് തന്നെയാണ്. അതായത് ചില സമയങ്ങളിൽ ചില ആളുകളെ പറയുന്ന കാര്യങ്ങൾ, ചില ആളുകളെ ചെയ്യുന്ന കാര്യങ്ങൾ, ഇവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നടക്കും, സംഭവിക്കും എന്നുള്ളതാണ്. ഇതെന്താണ് ഞാൻ ഇപ്പോൾ പറയാനുള്ള റീസൺ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇന്നലെ എന്നല്ല, കുറച്ച് ദിവസങ്ങളായി ഈ ഒരു സംഭവം ഞാൻ കാണുന്നുണ്ട്. അതായത് ഞാൻ മുമ്പൊരിക്കൽ എൻ്റെ ഗർഭത്തെക്കുറിച്ച് ഞാനൊരു വീഡിയോയിൽ എവിടെയോ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ചാനൽ തുടങ്ങിയ ഒരു സമയത്താണ് ഞാനത് പറയുന്നത്. ഞാൻ ആ ഒരു സംഭവം എൻ്റെ ലൈഫിൽ നടന്നു എന്നുള്ളത് ഞാൻ പറഞ്ഞത് എനിക്ക് ആരിൽ നിന്നും സഹതാപം കിട്ടാൻ വേണ്ടിയിട്ടല്ല. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ഒരു മനുഷ്യനായി ജനിക്കുന്ന ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു സന്ദർഭം ഉണ്ടാകും. പല രീതിയിലും പടച്ചിറബ് നമ്മളെ പരീക്ഷിക്കുമെന്നുള്ളതാണ്. പണം തന്നും പണം തരാതെയും, വീട് തന്നും വീട് തരാതെയും, മക്കളെ തന്നും മക്കളെ തരാതെയും, അങ്ങനെ സമ്പത്ത് നമുക്ക് ഏതെല്ലാം രീതിയിൽ നമുക്ക് അനുഗ്രഹങ്ങൾ തരാമോ, അനുഗ്രഹം തന്നും തരാതെയും ഒക്കെ നമ്മളെ ജീവിതത്തിൽ റബ്ബ് പരീക്ഷിക്കും. ഈ പരീക്ഷണങ്ങൾ നമ്മൾ സന്തോഷത്തോടു കൂടി, സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു പരീക്ഷണം വരുന്ന സമയത്ത് നമ്മളൊക്കെ സാധാരണ മനുഷ്യരാണ്. നമുക്കൊക്കെ ഇങ്ങനെ പെട്ടെന്നൊരു കാര്യത്തിനെ നമ്മൾ അംഗീകരിക്കാനോ അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയി, എൻ്റെ ജീവിതം ഇങ്ങനെ ആയി എന്നുള്ളത് നമ്മൾ ഉൾക്കൊണ്ട് വരാൻ നമുക്കൊരുപാട് പ്രയാസമുണ്ടാകും. എൻ്റെ ലൈഫ് ഇപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു രാജ്ഞിയെ പോലെയാണ് ജീവിച്ചത്. എൻ്റെ വിവാഹത്തിന് ശേഷം ഞാൻ വലിയ രാജ്ഞിയെ പോലെയാണ് ജീവിച്ചത്. അതായത് എൻ്റെ ഹസ്ബൻഡ് എന്നെ തറയിലും തലയിലും വെക്കാതെയാണ് നോക്കുന്നത്. എൻ്റെ അമ്മ പോലും എന്നെ നോക്കുന്നതിൻ്റെ 10,000 മടങ്ങ് എന്നെ സ്നേഹിച്ചും സംരക്ഷിച്ചും എന്നെ നിലത്ത് വയ്ക്കൂല. ആ മനുഷ്യൻ എവിടെയെങ്കിലും പോകുന്നുണ്ടെങ്കിൽ എന്നെയും കൂട്ടിയിട്ടേ പോകൂ, എന്നെ എൻ്റെ മക്കളെയും കൂട്ടിയിട്ടേ പോകൂ. പിന്നെ എന്തെങ്കിലും പുറത്തു നിന്ന് അദ്ദേഹം ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ വൈകുന്നേരം വന്നിട്ട് ഞങ്ങളെയും കൊണ്ടുപോയി അതേപോലത്തെ ഭക്ഷണം ഞങ്ങൾക്ക് വാങ്ങിച്ചു തരും. അങ്ങനെയൊക്കെയാണ്. ഇവർക്ക് എന്തെങ്കിലുമൊക്കെ പാർട്ടികളുണ്ടാവുമല്ലോ. അപ്പോൾ ഈ പാർട്ടികളിൽ ബൊഫെ പാർട്ടികളൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിനൊക്കെ പോയിട്ട് ഇദ്ദേഹം ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ തിരിച്ചു വന്നു കഴിഞ്ഞാൽ ഇദ്ദേഹത്തിന് ഭയങ്കര ഒരു വെപ്രാളമാണ്. അയ്യോ, എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഞാൻ വാങ്ങിച്ചു കൊടുത്താലേ കഴിക്കാനുള്ളൂ, അപ്പോൾ അവർ പട്ടിണിയായി പോകൂലേ എന്ന് പറഞ്ഞിട്ട് ഞങ്ങളെയും കൊണ്ടുപോയി ഹോട്ടലിൽ കൊണ്ടുപോയി ഞങ്ങൾക്ക് അതുപോലത്തെ ഭക്ഷണം വാങ്ങിച്ചു തരും. അതുപോലെ തന്നെ ഞാൻ രാവിലെ എഴുന്നേൽക്കുന്നതിന് മുമ്പ് എൻ്റെ കിച്ചൺ മുഴുവൻ പിന്നെ തുടച്ച് തൂത്ത്, എൻ്റെ കുഞ്ഞിനെ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത്, എൻ്റെ രണ്ടാമത്തെ മോനെ ഞാൻ പ്രസവിച്ച് കിടക്കുന്ന സമയത്ത് നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കില്ല, ആ മനുഷ്യൻ്റെ മനസ്സങ്ങനെയാണ്. അതായത് എനിക്ക് വെള്ളം തിളപ്പിക്കും. വേദിട്ട വെള്ളം തിളപ്പിച്ചിട്ട് ആദ്യം ആ വേദിട്ട വെള്ളം വെച്ച് എൻ്റെ വീട് തുടയ്ക്കും. എന്തിനാണെന്ന് ചോദിച്ചാൽ എനിക്കറിയാൻ പാടില്ല. കുഞ്ഞ് മറ്റേ മൂത്ത മോള് ഇഴഞ്ഞ് കളിച്ചിങ്ങനെ നടക്കുന്ന ഈ താഴെ വീഴുന്ന സാധനങ്ങൾ പറക്കി തിന്നുന്ന ഒരു പ്രായമാണല്ലോ എൻ്റെ രണ്ടാമത്തെ മോനെ ഞാൻ പ്രസവിച്ച് കിടക്കുമ്പോൾ. അപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നിൻ്റെ ശ്രദ്ധ എവിടെയെങ്കിലും തെറ്റിപ്പോയാൽ എൻ്റെ മോള് അവിടെ നിന്ന് താഴെന്ന് ഭക്ഷണം എടുത്ത് കഴിച്ചു കളയും, താഴെ വീഴുന്ന ഭക്ഷണം. അപ്പോൾ അത് കുറച്ച് വൃത്തിക്കിരിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ആ വെള്ളം വെച്ചിട്ട് തുടയ്ക്കുമ്പോൾ അങ്ങനെ ഒരു ഭയങ്കര വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ര വൃത്തി ആ മക്കളെ. അതുപോലെ തന്നെ എൻ്റെ വീട്ടിൽ ഫ്രിഡ്ജുണ്ട്. ഫ്രിഡ്ജിൽ ഞങ്ങളെയൊക്കെ ചെറുപ്പകാലം എന്ന് പറയുന്നത് പഴയ ആഹാരം ചൂടാക്കി കഴിക്കുന്ന ഒരു കാലം ഞങ്ങൾക്കുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മിച്ചം വരുന്ന അന്ന് ഞാനും എൻ്റെ ഹസ്ബൻഡും 2 മക്കളും, ഈ കുഞ്ഞു മോനെന്ന് പറയുന്നത് വളരെ പൊടി മോനാണ്, അവനൊന്നും തിന്നാനൊന്നും ആയിട്ടില്ല. അപ്പോൾ ഈ മൂത്ത മോൾക്ക് എന്തെങ്കിലും ഭക്ഷണം ഞാനിങ്ങനെ ചൂടാക്കി വെച്ച് കൊടുക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് വന്നിട്ട് പറയും, അത് നീ തിന്നു, എൻ്റെ കുഞ്ഞിന് കൊടുക്കണ്ട
നീ കഴിക്കരുത്, അങ്ങനെ കഴിക്കുന്നത് ശരിയല്ല. ഫ്രിഡ്ജിൽ നിന്ന് ഭക്ഷണം എടുത്തിട്ട് അങ്ങനെ കഴിക്കുന്നത് ബാക്ടീരിയകൾ കൂടുതലുള്ളതാണ്. അതുകൊണ്ട് നീയും കഴിക്കരുത്. നിനക്കത്ര നിർബന്ധമാണ്, നിനക്ക് പഴയത് കഴിക്കണമെന്ന് നിനക്ക് നിർബന്ധമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യും, നീ കഴിച്ചു, എൻ്റെ കൊച്ചിന് കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പൊന്നുപോലെ നോക്കുന്ന ഒരു ഭർത്താവായിരുന്നു. അപ്പം ഞാനിങ്ങനെ ഭയങ്കര രാജ്ഞിയെ പോലെ, അതുപോലെ എനിക്ക് എന്തെല്ലാം ഭക്ഷണമാണോ ഉണ്ടാക്കേണ്ടത് അതൊക്കെ എടുത്ത് മുമ്പിൽ വെച്ച് തരും. പിന്നെ അതുപോലെ എൻ്റെ മക്കളൊക്കെ കുറച്ച് വലുതായ സമയത്തൊക്കെ എൻ്റെ മക്കളുടെ പിന്നെ ടൈം ടേബിൾ എഴുതി ഇങ്ങനെ മതിലിൽ ഒട്ടിച്ച് വെച്ചേക്കും. അപ്പോൾ ഓരോരുത്തരുടെയും പേരെഴുതിയിട്ടാണ് ആ ടൈം ടേബിൾ എഴുതി ഒട്ടിച്ച് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഓരോരുത്തരുടെ ബാഗും ഇദ്ദേഹം ആ ടൈം ടേബിൾ അനുസരിച്ചിട്ട് ബുക്ക് എടുത്ത് വയ്ക്കുക. അതേ കണക്ക് പിള്ളേർ വൈകുന്നേരം പഠിച്ചിട്ട് പെൻസിലൊക്കെ നാല് ദിക്കിനൊക്കെ ആയിരിക്കും കിടക്കുന്നത്. അത് ഓരോരുത്തരുടെ ബോക്സും എടുത്ത് അതിൽ പെൻസില്, പേന, റബ്ബർ, കട്ടർ, സ്കെയില് തുടങ്ങിയ എല്ലാ സാധനങ്ങളും ബോക്സിലാക്കി അവരുടെ ബാഗിലോട്ട് എടുത്ത് വയ്ക്കുക. അങ്ങനെ തുടങ്ങിയിട്ട് എനിക്ക് ഒരു കാര്യവും എനിക്ക് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യമില്ല. കാരണം കംപ്ലീറ്റ് കാര്യങ്ങൾ എൻ്റെ ഹസ്ബൻഡ് ചെയ്യും. അതായത് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒരു റാണിയെ പോലെ ജീവിക്കുകയായിരുന്നു എന്ന് എന്നെ പറയാം. അങ്ങനെ ആ ഒരു റാണിയെ പോലെ ഞാൻ ജീവിക്കുന്ന സമയത്താണ് പെട്ടെന്ന് എൻ്റെ ജീവിതം ഭയങ്കരമായ ഒരു വീഴ്ചയിലോട്ട് വീഴുന്നത്. അപ്പോൾ എനിക്ക് എങ്ങോട്ട് പോകണം, എന്ത് ചെയ്യണം? എൻ്റെ മുമ്പിൽ 5 മക്കൾ, ഞാൻ നോക്കുമ്പോൾ എൻ്റെ വയറ്റിലൊരു കുഞ്ഞ്. ഞാൻ പതറിയ ഒരു പതർച്ചയുണ്ട്. ഇതെനിക്ക് ആരോട് പറയണമെന്നറിയാൻ പാടില്ല. എൻ്റെ മക്കൾ 5 പേര് എൻ്റെ മുന്നിൽ ഇങ്ങനെ ഉമ്മച്ചി ബിസ്ക്കറ്റ് വേണം, ഉമ്മച്ചി കേക്ക് വേണം എന്ന് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. എൻ്റെ ഹസ്ബൻഡ് ജോലിക്ക് പോകാൻ പറ്റാത്ത ഒരു കണ്ടീഷനിൽ അതുവരെ എന്നെ റാണിയെപ്പോലെ നോക്കിയിരുന്ന എൻ്റെ മനുഷ്യൻ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഇങ്ങനെ വീഴുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ചിന്തിക്കുന്ന ഒരു വീഴ്ച ആയിരുന്നില്ല അത്. അശേഷം ദേഹം ഒട്ടാകെ തളർന്നൊരു കിടക്കയിൽ ഒരു കുഞ്ഞിനെ പോലെ താൻ ആര് എന്ന് പോലും അറിയാതെ കിടക്കുന്ന ആ ഒരു കിടപ്പ്, എൻ്റെ ഒരു ഗർഭ അവസ്ഥ, എൻ്റെ മക്കൾ എല്ലാം കൊണ്ട് ഞാൻ എവിടെ എന്ത് ഏത് എന്നുള്ള ഒരു അവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുന്ന ഒരു ഘട്ടം ഉണ്ടായിരുന്നു. ജീവിക്കണോ മരിക്കണോ, അത് സത്യമായിട്ടുള്ളൊരു കാര്യമാണ്. ജീവിക്കണോ മരിക്കണോ, ജീവിക്കാൻ പറ്റില്ല. 5 കുട്ടികളെയും കൊണ്ട് എന്ത് ജോലി എടുത്തിട്ട് ജീവിക്കാൻ, തയ്യൽ ജോലി എടുത്തിട്ട് ജീവിക്കാനാ? പിന്നെ അതുപോലെ എൻ്റെ ഹസ്ബൻഡിന് മരുന്നുകൾ, ഫിസിയോതെറാപ്പി ചെയ്യണം. എനിക്കറിയാൻ പാടില്ല ഞാൻ എന്താണ് ചെയ്യേണ്ടതെന്ന്. പക്ഷെ അപ്പോഴും മരിക്കണമെങ്കിൽ നമുക്കൊരു മാനസിക അവസ്ഥ ഉണ്ടാവണമല്ലോ, ഒരു ധൈര്യം ഉണ്ടാവണമല്ലോ. ഞാൻ ഹോസ്പിറ്റലിൻ്റെ ബിൽഡിങ്ങിൻ്റെ മുകളിൽ കയറിയിട്ട് താഴോട്ട് നോക്കി വീണ് കളയാം എന്ന് ചിന്തിച്ചത് തന്നെയാണ്. അപ്പോഴും ഞാനിങ്ങനെ ചിന്തിച്ചത്, എൻ്റെ മക്കളെന്ത് തെറ്റ് ചെയ്ത്, എൻ്റെ മക്കളെ ഇതേ ലോകത്ത് ഞാൻ ജീവിക്കാൻ വിട്ടിട്ട് ഞാൻ മാത്രം രക്ഷപ്പെട്ട് എന്നെ ഇതുവരെ റാണിയായി ജീവിപ്പിച്ച എൻ്റെ ഹസ്ബൻഡിനെയും ഞാൻ ഈ ഭൂമിയിൽ നരകിക്കാൻ വിട്ടുകൊടുത്തിട്ട് ഞാൻ അങ്ങ് തീർത്ത് കളഞ്ഞാൽ അവരെന്ത് തെറ്റ് ചെയ്ത് എന്ന് ചിന്തിച്ച് പിന്നെ ഞാൻ താഴോട്ട് നോക്കിയപ്പോൾ ഇവിടെ വീഴണമെങ്കിലൊരു ധൈര്യം വേണമല്ലോ. ആ ധൈര്യം ജീവിപ്പിക്കാനെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോയ ഒരാളാണ്. ആ സമയത്ത് താങ്ങാൻ ആരുമില്ല, താങ്ങാൻ ആരെയും ഞാൻ വിളിച്ചില്ല. താങ്ങണം എന്ന് ഞാൻ വിചാരിച്ചാൽ എന്നെ താങ്ങാൻ ഒരുപാട് പേരുണ്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ ബന്ധുക്കളുണ്ട്, എൻ്റെ ബന്ധുക്കളുണ്ട്. ഞാൻ വിളിച്ചാൽ മതി, എൻ്റെ പിന്നാലെ വരും എൻ്റെ ബന്ധുക്കൾ. അതുപോലെ എൻ്റെ അമ്മ ആ സമയത്തുണ്ടായിരുന്നു കേട്ടോ, എൻ്റെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ ഫുൾ സപ്പോർട്ട് തന്നുകൊണ്ട്, മെൻ്റൽ സപ്പോർട്ട് തന്നുകൊണ്ട്, അമ്മയുണ്ട് മോളെ, അമ്മയുണ്ട്, നീ പേടിക്കണ്ട, എന്തിനും അമ്മയുണ്ട് എന്നുള്ള ഒരു ധൈര്യം എനിക്ക് എൻ്റെ അമ്മ തരുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ജീവിച്ച ഒരാളാണ്. ആ ജീവിതം എന്ന് പറയുന്നത് 6ാമത്തെ പ്രസവമായിരുന്നു. ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പ്രഗ്നൻ്റ് ആയാലും എൻ്റെ ഹസ്ബൻഡ് അതുവരെ എന്നെ നോക്കിയതുപോലെ എന്നെ കുഞ്ഞിനെ പോലെ നോക്കും. എനിക്ക് പ്രസവിക്കാനായിട്ട് പറ്റും. എൻ്റെ ഭർത്താവ് ജീവനോടെ ഉണ്ട് എങ്കിൽ എനിക്ക് പ്രസവിക്കാനായിട്ട് ആരുടെയും സഹായത്തിൻ്റെ ആവശ്യമില്ല, അദ്ദേഹം എന്നെ നോക്കും. പക്ഷെ ആ മനുഷ്യനാണ് ആ ഒരു ഘട്ടത്തിൽ വീണുപോയത്. അപ്പോൾ ആ ഒരു മെൻ്റൽ കണ്ടീഷൻ എന്ന് പറയുന്നത് ഭയങ്കരമാണ്. പക്ഷെ അവിടെ നിന്നെല്ലാം മക്കളുടെ മുഖം കണ്ട് മക്കളെയും തൂക്കി പിടിച്ച് എൻ്റെ ഹസ്ബൻഡിനെയും, എനിക്കന്ന് 5 കുട്ടികളല്ല, എൻ്റെ ഹസ്ബൻഡ് അടക്കം 6 മക്കളെ ചുമന്ന ഒരാളാണ്. 7ാമത്തത് എൻ്റെ വയറ്റിൽ.
അപ്പോൾ ആ ഒരു ഘട്ടം കടന്നു പോയ ഒരു സ്ത്രീയാണ് ഞാൻ. എനിക്കത് സാധിക്കുമെങ്കിൽ നിങ്ങൾക്കും സാധിക്കും എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ ചെയ്തത്. അത് എവിടെയോ കിടപ്പുണ്ട്, എൻ്റെ വീഡിയോയുടെ ഏതോ മൂലയിൽ കിടപ്പുണ്ട്. ഞാനന്ന് ഉദ്ദേശിച്ചത് എനിക്കാരുടെയും സഹതാപം കിട്ടണം, ആരെങ്കിലും സഹായിക്കണം എന്നുള്ളതൊന്നുമല്ല. പക്ഷേ ജീവിതത്തിൻ്റെ ചെറിയ വീഴ്ചകളിൽ ആത്മഹത്യ തിരഞ്ഞെടുക്കുന്ന ആളുകൾ ധൈര്യപൂർവ്വം ജീവിക്കാൻ ശ്രമിച്ചു നോക്കണം, പറ്റും എന്ന് കാണിക്കാൻ വേണ്ടി ഞാൻ ചെയ്ത വീഡിയോയിൽ നിന്ന് എൻ്റെ ഗർഭത്തെ മാത്രം എടുത്തുകൊണ്ട് വന്ന് ആ ഒരു മാനസിക അവസ്ഥയെ, എൻ്റെ ആ മാനസിക അവസ്ഥയെ മറ്റൊരാളുടെ കൂടെ ഞാൻ അവിഹിതം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് നജിലയോടാണ് ഞാൻ പറയുന്നത്. നജിലയുടെ ഇന്നത്തെ ഷോർട്സ് ഞാൻ കണ്ടിട്ട് നജിലയോടാണ് ഞാൻ പറയുന്നത്. ആ ഒരു ഘട്ടത്തെ എടുത്തുകൊണ്ട് വന്ന്, നീ അവിഹിതക്കാരിയല്ലേ, നിന്റെ സുഹൃത്തുമായി നീ അവിഹിതത്തിലൂടെ പ്രസവിച്ചതാണടി നിന്റെ 6ാമത്തെ കുഞ്ഞ്. അത് മാത്രമല്ല, നീ നിന്റെ ഭർത്താവ് എന്ന് പറയുന്ന കിഴങ്ങൻ്റെ ഒപ്പം നീ പ്രസവിച്ച 6 കുട്ടികളും ഹറാമാണ് എന്ന് നീ പറഞ്ഞിട്ടുണ്ട് മോളെ. നീ പറഞ്ഞിട്ടുണ്ട്. നിന്റെ കുഞ്ഞുങ്ങളെ പറഞ്ഞപ്പോൾ നിനക്ക് വേദനിച്ചു. നീ അതിൽ പറയുന്നുണ്ട്, നീ ഭയങ്കര സ്നേഹിച്ചിട്ട് നിന്റെ ഭർത്താവിൽ നിന്നാണ് നിനക്ക് കുട്ടികളുണ്ടായതെന്ന്. നിന്റെ ജീവിത ചരിത്രം എടുത്താൽ മോളെ, നീ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രമാണ് ഭർത്താക്കന്മാരോടൊപ്പം ജീവിച്ചിട്ടുള്ളത്. നീ സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി അവരുടെ കുറവുകളും കുറ്റങ്ങളും എല്ലാം തിരുത്തുകയോ അത് സഹിക്കുകയോ ചെയ്തുകൊണ്ട് എൻ്റെ മക്കൾക്ക് വേണ്ടി ഞാനത് സഹിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞുകൊണ്ട് നീ ഒരു വാപ്പയുടെ സ്നേഹം ആ കുട്ടികൾക്ക് നീ കൊടുക്കാൻ സമ്മതിച്ചിട്ടില്ല. ആ കുട്ടികൾക്കും അവരുടെ വാപ്പയുടെ സംരക്ഷണം കൊടുക്കാൻ നീ സമ്മതിച്ചിട്ടില്ല. നീ കുട്ടികളെ ഉണ്ടാക്കാൻ വേണ്ടി മാത്രം പുരുഷന്മാരെ സമീപിച്ചവളാണ്. നിന്റെ കുട്ടികൾ ഹറാമാണ് എന്ന് ആരോ വന്ന് ലൈവിൽ പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കാര്യമുണ്ട്, അൽഹംദുലില്ലാ. കാരണം എൻ്റെ കുഞ്ഞുങ്ങളെ, എൻ്റെ ഭർത്താവ് എന്നെ റാണിയെപ്പോലെ ജീവിപ്പിച്ചവനാണ്. എൻ്റെ മക്കളെ. അപ്പം നീ ഒന്ന് ആലോചിച്ച് നോക്ക്, ഭാര്യയായ എന്നെ റാണിയെപ്പോലെ ജീവിപ്പിച്ചവനാണ് എങ്കിൽ എൻ്റെ മക്കളെ രാജകുമാരികളും രാജകുമാരന്മാരുമായിട്ടായിരിക്കും ആ മനുഷ്യൻ വളർത്തിയിട്ടുണ്ടാവുക. രാജകുമാരന്മാരും രാജകുമാരികളുമായിട്ട് എൻ്റെ മനുഷ്യൻ പൊത്തിപ്പിടിച്ച് വളർത്തിയ എൻ്റെ മക്കൾ, എൻ്റെ മനുഷ്യൻ പൊത്തിപ്പിടിച്ച് വളർത്തിയ എൻ്റെ പൊന്നു മക്കളെ നീ വിളിച്ച പേരാണ് ഹറാമിലുണ്ടായവർ. എൻ്റെ ഭർത്താവ് അത് 100 വട്ടം കേട്ടിട്ടുണ്ടടി. എൻ്റെ ഭർത്താവ് ഒരു തെറ്റും നിന്നോട് ചെയ്തിട്ടില്ല. നീ എൻ്റെ ഫോണിൽ വിളിച്ച് സംസാരിക്കുമ്പോൾ പോലും നിന്നെ മോളെ എന്ന് വിളിച്ചാണ് എൻ്റെ ഭർത്താവ് സംസാരിച്ചത്, അല്ല എന്ന് നീ പറയ്. എൻ്റെ ഭർത്താവ് നിന്നെ മോളെ എന്ന് വിളിച്ചാണ് സംസാരിച്ചത്. ആ എൻ്റെ മനുഷ്യൻ്റെ പൊന്നു മക്കളെ, എൻ്റെ മനുഷ്യൻ പൊന്നുപോലെ കൊണ്ടു നടന്നിരുന്ന എൻ്റെ പൊന്നു മക്കളെ നീ വിളിച്ച പേരാണ് ഹറാമിലുണ്ടായവർ. എൻ്റെ മനുഷ്യൻ്റെ മനസ്സ് നൊന്നിട്ടുണ്ടാകാം, എൻ്റെ മനുഷ്യൻ അള്ളാഹിനോട് യാചിച്ചിട്ടുണ്ടാകാം. എൻ്റെ കഴിവ് നഷ്ടപ്പെട്ടത് കൊണ്ടായിരിക്കുമോ ഇവർ എൻ്റെ പൊന്നു മക്കളെ ഹറാമിലുണ്ടായവർ എന്ന് വിളിക്കുന്നത് എന്ന് എൻ്റെ മനുഷ്യൻ ദുആ ചെയ്തിട്ടുണ്ടാകാമടി. എൻ്റെ മനുഷ്യൻ അള്ളാൻ്റെ അടുത്ത് ദുആ ചെയ്തിട്ടുണ്ടാകുമടി. എൻ്റെ പൊന്നു മക്കളെ ഹറാമിലുണ്ടായവർ എന്ന് വിളിച്ചപ്പോൾ എൻ്റെ സുഖമില്ലാത്ത എൻ്റെ മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞിരിക്കും. എൻ്റെ പൊന്നു മനുഷ്യൻ നെഞ്ചു പൊട്ടിക്കരഞ്ഞിരിക്കും. മോളെ, നിനക്ക് വേദന എടുക്കുന്നുണ്ടല്ലേ മോളെ. ഇനി ഈ മക്കളെ പറയുന്ന ആളുകളോട് എനിക്ക് താങ്ങാനോ അല്ലെങ്കിൽ ഞാൻ അതിനെ സപ്പോർട്ട് ചെയ്യുകയോ ഇല്ല. കാരണം വലിയവർ തമ്മിൽ സംസാരിക്കുന്ന ഈ കാര്യങ്ങൾ, വലിയവർ തമ്മിൽ സംസാരിക്കുമ്പോൾ മക്കളെ പിടിച്ച് വലിച്ചിഴച്ച് മുമ്പിൽ കൊണ്ടുവന്ന് ഇടുന്നത് അത് മിടുക്കത്തരോ അല്ലെങ്കിൽ കേമത്തരോ ഒന്നും അല്ലടേ. എട്ടും പൊട്ടും തിരിയാത്ത കുഞ്ഞു മക്കളെ
ഇത്തരം കാര്യങ്ങളിൽ വലിച്ചഴയ്ക്കുന്നത് അത് മോശമായ കാര്യം തന്നെയാണ്. അത് ഒരിക്കലും അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതുമല്ല. പക്ഷേ നജില നീ അത് അർഹിക്കുന്നുണ്ട് മോളെ. കാരണം എത്രയോ ഉമ്മമാരുടെ മക്കളെ നീ അപമാനിച്ചിരിക്കുന്നു. നീ എൻ്റെ ഐഷാ നെഹേനെ പറയുന്ന ഒരു വാക്കുണ്ട്, കെട്ടിക്കാത്തവളെന്ന്. നീ എത്ര കെട്ടിയതാണ്. ഇത്രയും കെട്ടിയിട്ടും നിനക്കൊരിടത്ത് സമാധാനത്തോടു കൂടി ജീവിക്കാൻ സാധിക്കുന്നുണ്ടോടി? എന്തുകൊണ്ടാണ്? ഒരു വിദ്യാഭ്യാസം നേടാത്തത് കൊണ്ട്. ഒരു ജീവിതത്തിൽ ജീവിക്കണം, എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം എന്നുള്ള ചിന്തയല്ല നിന്റെ ഉള്ളിലുള്ളത് സുഖിക്കണം, മക്കളെ ഉണ്ടാക്കണം. ഈ മക്കളെയും കൊണ്ട് നാട്ടുകാരുടെ മുന്നിൽ തെണ്ടിയാൽ എൻ്റെ മക്കൾ യത്തീമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ നിന്നെ എടുത്തങ്ങ് പൊന്തിച്ചു വെക്കും എന്നുള്ള തെറ്റായ ധാരണ. നീ എന്തോ വലിയ നടിയാണ്. നീ എത്രയോ ലൈവുകളിൽ എത്രയോ മക്കളെ പറഞ്ഞിട്ടുണ്ട്, എത്രയോ ഉമ്മമാരെ പറഞ്ഞിട്ടുണ്ട്. എടി എൻ്റെ ഉമ്മ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? എടി ഞാനല്ലേ നിന്നെക്കുറിച്ച് റിയാക്ഷൻ ചെയ്യുന്നത്. ആ റിയാക്ഷൻ ചെയ്യുമ്പോഴും ഒരു വാക്ക് പോലും എൻ്റെ വായിൽ നിന്ന് മോശം വരാതിരിക്കാൻ ഞാൻ ശ്രദ്ധിക്കാറുണ്ടടി. നീ എന്നെ ഇത്രയേറെ തെറി വിളിക്കുമ്പോഴും നീ എന്നെ ഇത്രയേറെ അപമാനിക്കുമ്പോഴും ഇത്രയേറെ നീ എന്നെ അവിഹിതം ചാർത്തുമ്പോഴും ഞാൻ എൻ്റെ വായിൽ നിന്നും ഒരു തെറ്റ് വരാതിരിക്കാൻ ശ്രമിക്കാറുണ്ടടി. നീ എൻ്റെ അമ്മയെ വേശ്യ എന്ന് വിളിക്കുന്നത് വരെ നിനക്ക് ഞാൻ പരിഗണന തന്നിട്ടുണ്ട്. എൻ്റെ ഉമ്മയെ. എടി എൻ്റെ ഉമ്മ നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ മോളെ നജിലെ. നീ ഇനിയും അനുഭവിക്കാൻ കിടക്കുന്നതേ ഉള്ളൂ. എടി എൻ്റെ പെൺമക്കൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തടി? എൻ്റെ പെൺമക്കൾ നിന്നോട് എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എൻ്റെ മക്കളെ വരെ നീ അവിഹിതം ചാർത്തിയത്? മാത്രമല്ല വേശ്യകളാക്കിയിട്ടുണ്ട് നീ എൻ്റെ പെൺമക്കളെ. എൻ്റെ പെൺമക്കളെ നീ വേശ്യകളാക്കിയിട്ടുണ്ട് എൻ്റെ മനുഷ്യൻ. അതും കേട്ടിട്ടുണ്ടടി, അതും കേട്ടിട്ടുണ്ട്. നീയും കേൾക്കും. കർമ്മ എന്നൊന്നുണ്ടെങ്കിൽ നീയും കേൾക്കും. പിന്നെ നിനക്കതൊന്നും ഒരു വിഷയമല്ല. കാരണം നിന്റെ മക്കളെന്ന് പറയുന്നത് നിനക്ക് വിൽപ്പന ചരക്ക് മാത്രമാണ്. നീ യഥാർത്ഥത്തിൽ നിന്റെ മക്കളെ നീ സ്നേഹിക്കുന്നുണ്ട് എങ്കിൽ നീ ഇത്തരത്തിൽ പരപുരുഷന്മാരുടെ പിന്നാലെ നീ പോകില്ല മോളെ. ഞാനൊരു ഉമ്മയാണ്. എനിക്ക് നിവർത്തി നിന്ന് എനിക്ക് പറയാൻ വേണ്ടിയിട്ട് സാധിക്കും. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു വീഴ്ച വന്ന സമയത്ത് ഞാൻ ആണുങ്ങളെ തിരക്കിയല്ല പോയത്, ഇവരെ എങ്ങനെ ജീവിപ്പിക്കാമെന്ന് തിരക്കിയിട്ട് രാവും പകലും. നീ ഇന്നലെ ഏതോ ലൈവിലോ എങ്ങാണ്ട് പറയുന്നുണ്ടായിരുന്നു, നിന്റെ കള്ളക്കാമുകൻ 12 മണിക്ക് ലൈവ് ഇട്ടപ്പോൾ ആ ലൈവ് ഞാൻ കുത്തിയിരുന്ന് കണ്ടു എന്ന്. എടി ഞാൻ ചെയ്യുന്ന ജോലി എന്ന് പറയുന്നത് ഞാൻ രാവും പകലും അധ്വാനിക്കുന്നവളാണ്. രാവും പകലും അധ്വാനിച്ചിട്ടാണടി ഞാൻ എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കുന്നത്. ഞാൻ രാത്രിയിൽ തച്ചുകൊണ്ടിരിക്കുമ്പോഴാണടി നിൻ്റെ കള്ളക്കാമുകനിട്ട ലൈവ് കണ്ടത്. ആ ലൈവ് ഞാൻ അപ്പോൾ സ്ക്രീൻ റെക്കോർഡ് എടുത്തത് തന്നെയാണ്. നീ തന്നെയാണ് ആ ചാനലിൽ നിന്നും അവൻ ഇടുന്ന ലൈവുകൾ ഡിലീറ്റ് ചെയ്ത് കളയാൻ. നീ എത്ര ഇല്ലയെന്ന് പറഞ്ഞാലും മോളെ, അവൻ എല്ലാ ദിവസവും രാത്രിയിൽ ലൈവ് ചെയ്യും. ആ ലൈവ് പിറ്റേന്ന് രാവിലെ നീ കാണുമ്പോൾ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇതെത്ര ദിവസങ്ങളായിട്ട് നടക്കുന്ന കാര്യമാണ് എന്നുള്ളത് അറിഞ്ഞിട്ടാണ് ഞാൻ മനഃപൂർവ്വം ആ ലൈവ് ഞാൻ റെക്കോർഡ് ചെയ്തത് തന്നെയാണ്. റെക്കോർഡ് ചെയ്ത് ഞാൻ പബ്ലിക്കാക്കിയത് തന്നെയാണ്. കാരണം സ്വന്തം മക്കൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വില നീ എത്രയോ ആളുകളുടെ അടുത്ത് എൻ്റെ മക്കൾ പട്ടിണിയാണ്, എൻ്റെ മക്കൾക്ക് തിന്നാനൊന്നുമില്ല എന്ന് പറഞ്ഞ് നീ ആളുകളെ പറ്റിച്ച് അവരുടെ കയ്യിൽ നിന്ന് നീ പൈസ വാങ്ങുമ്പോഴും നിന്റെ വീട്ടിനുള്ളിൽ നീ ഭക്ഷണം വേവിക്കാറില്ല കൊച്ചേ. നീ ആരോട് തർക്കിക്കുന്നു? നിന്റെ വീടിനുള്ളിൽ നിന്റെ മക്കൾക്ക് നീ ഒരു നേരത്തെ ആഹാരം അന്നും വേവിക്കാറില്ല, ഇന്നും വേവിക്കാറില്ല. നിന്റെ ഉമ്മയാണ് ഈ കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുന്നത്. നിന്റെ ഉമ്മയാണ് നിനക്കും നിന്റെ മക്കൾക്കും ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടുവന്ന് തരാറ്. അങ്ങനെ കൊണ്ടുവന്ന് ഭക്ഷണം ഉണ്ടാക്കി തരുന്ന സമയത്ത് പോലും നീ ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയുണ്ട്. എൻ്റെ മക്കൾക്ക് തിന്നാൻ കൊടുക്കാനില്ല, എൻ്റെ മക്കൾക്ക് ഉടുക്കാൻ കൊടുക്കാനില്ല എന്ന് പറഞ്ഞ് നീ വാങ്ങിച്ചെടുക്കുന്ന പണം ഇത്തരം ആണുങ്ങൾക്കല്ലേ നീ കൊണ്ടുവന്ന് കൊടുത്ത് കുടിക്കാനും പെടുക്കാനും കൊണ്ടുവന്ന് കൊടുത്തത് അല്ലേ? അപ്പോൾ ഇതിൻ്റെയൊക്കെ ഫലം നീ എവിടെ കൊണ്ടുപോയി കഴുകുമെന്ന് എനിക്കറിയാൻ പാടില്ല. അതുപോലെ കർമ്മ എന്നൊരു സംഭവമുണ്ട്. എൻ്റെ ഗർഭകാലത്തെ പരിഹസിച്ച നിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ്? നിൻ്റെ ഇപ്പോഴുള്ള അവസ്ഥ എന്താണ് കൊച്ചേ?
ഒരു മനുഷ്യൻ തിരിഞ്ഞു നോക്കാനില്ലാതെ പട്ടിക്ക് തുല്യമായ ഒരു ജീവിതമല്ലേ നീ ജീവിക്കുന്നത്? ഈ ജീവിതം എടുത്താലും നിനക്ക് ക്ഷമിക്കാൻ സാധിക്കുന്ന തെറ്റുകൾ മാത്രമാണ് അയാൾ ചെയ്തിട്ടുള്ളത്. നിന്റെ കള്ളക്കാമുകൻ ചെയ്തിട്ടുള്ളത് ക്ഷമിക്കാൻ പറ്റുന്ന തെറ്റുകൾ മാത്രമാണ്. എന്നിട്ടും നിനക്കത് ക്ഷമിക്കാൻ കഴിയാതെ അയാളെ പട്ടിയെപ്പോലെ ആട്ടി ജീവിതത്തിൽ നിന്ന് പുറത്തിറക്കിയിട്ട് അപ്പോഴും നീ വന്ന് തേടുന്നത് അള്ളാൻ്റെ അടുത്തല്ല നീ വന്ന് തേടുന്നത് ജനങ്ങളോടാണ്. എന്തിനു വേണ്ടി? പണത്തിന് വേണ്ടി. അതായത് നിന്റെ ജീവിതത്തിൽ നിന്റെ മക്കൾക്കോ നിന്റെ ഭർത്താവിനോ നിന്റെ കാമുകന്മാർക്കോ നിന്റെ ഉമ്മാക്കോ നിന്റെ വാപ്പാക്കോ നിന്റെ സഹോദരങ്ങൾക്കോ ഒന്നും തന്നെ ഒരു വാല്യൂവുമില്ല. നിനക്ക് വാല്യൂ ഉള്ളത് നിന്റെ വികാരങ്ങൾക്ക് മാത്രമാണ്. നീ ജീവിതത്തിൽ വാല്യൂ നൽകുന്നത്. അങ്ങനെ നീ നിന്റെ മക്കൾക്ക് വാല്യൂ നൽകുമായിരുന്നു എങ്കിൽ നീ ഇന്ന് മടിയിൽ എടുത്തിരുത്തിയിരിക്കുന്ന കൊച്ച്, എടി നിന്റെ ഷോർട്സിൻ്റെ താഴോട്ട് പോയാൽ ഇന്നും കിടക്കുന്ന ഒരു ഷോർട്സ് ഉണ്ട്. ആ കൊച്ച് നഴ്സറിയിൽ പോയിട്ട് മണ്ട മുറിഞ്ഞ് തല മുറിഞ്ഞിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ആ കുഞ്ഞിനെ നീ വീട്ടിൽ നിന്റെ ഉമ്മയെ ഏൽപ്പിച്ചുകൊണ്ട് നീ ഓട്ടോയിൽ കയറി വീട്ടുജോലിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് പോയ ഒരു ദിവസമുണ്ട്. അന്ന് നീ പോയത് ഈ ഷാനിൻ്റെ വീട്ടിലേക്കാണ്. നിന്റെ മകൻ മണ്ട മുറിഞ്ഞ് കിടക്കുമ്പോൾ പോലും നിന്റെ വികാരത്തിനാണ് നീ വലിയ വില നൽകിയത്. അന്ന് ആ പൊടിക്കൊച്ചിനെ നീ മടിയിലെടുത്ത് വെച്ചിരുന്ന് കരയുന്ന ആ മോനെ, തല മുറിഞ്ഞിട്ട് വന്ന ആ മോനെ, അവൻ വെളിയിൽ നിന്ന് ഉമ്മ എന്ന് പറഞ്ഞ് കരയുന്നത് നീ വീഡിയോ എടുത്ത് ഷെയർ ചെയ്തിട്ട് ഒരു ഓട്ടോയിൽ കയറി നീ പോയിട്ടുണ്ട്. എവിടേക്ക്? ഷാനിൻ്റെ വീട്ടിലേക്ക്. മോളെ, ഷാനിൻ്റെ വീട്ടിലേക്ക്, ഷാനിനെ സന്തോഷിപ്പിക്കാൻ. അവിടെ നിന്റെ തലമുറിഞ്ഞ ആ മോനല്ല നീ വില നൽകിയത് എവിടെയോ കിടക്കുന്ന ഏതോ ഒരു തീയുടെ ഭർത്താവിനാണ്. നീ പോയി അവനെ സന്തോഷിപ്പിച്ചിട്ട് നീ അടുത്ത് 2 ദിവസം കഴിഞ്ഞിട്ടാണ് നീ വന്നത് വീട്ടിലേക്ക്. നീ വന്നത് 2 ദിവസങ്ങൾക്ക് ശേഷമാണ് നിന്റെ വീട്ടിലേക്ക് വന്നത്. അപ്പോഴും നീ വന്നിട്ട് നീ ആ കൊച്ചിനെ എടുത്ത് താലോലിക്കുകയോ കൊഞ്ചിക്കുകയോ ഒന്നുമല്ല ചെയ്തത്. വന്ന ഉടനെ തന്നെ നീ ലൈവ് ഇട്ടിട്ട് അയ്യോ ഞാൻ വീട്ടുജോലിക്ക് പോയിട്ട് എനിക്ക് എൻ്റെ ദേഹം മുഴുവൻ വേദന എടുക്കുന്നേ എന്ന് പറഞ്ഞ് കരയുകയായിരുന്നു ചെയ്തത്. നിന്നെ ഫോളോ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും ഇത് അറിയാവുന്ന ഒരു കാര്യമായിരിക്കാം. നീ പിറ്റേ 2 ദിവസം കഴിഞ്ഞ് വന്നിട്ട് നീ അപ്പം തന്നെ നീ ലൈവ് ഇടുകയാണ് ചെയ്തത്. ക്ഷീണിച്ച മുഖത്തോടെ ഞാൻ വീട്ടുജോലിക്ക് പോയ സ്ഥലത്ത് താഴെ കിടന്നിട്ട് എൻ്റെ ദേഹം വേദന എടുക്കുന്നു എന്ന്. പക്ഷെ പടച്ച റബ്ബ് വിട്ടോ? നീ കിടന്നത് എവിടെയാണ് എന്നുള്ളത് പടച്ച തമ്പുരാൻ നിന്നെ കൊണ്ട് തന്നെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇനിയെങ്കിലും എന്ന് പറഞ്ഞാൽ നീ നിന്റെ ജീവിതത്തിൽ നന്നാവാനൊന്നും പോകുന്നില്ല. പക്ഷേ ജനങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് ഈ കാര്യങ്ങൾ എനിക്ക് പറഞ്ഞേ പറ്റൂ. നീ ഇപ്പോൾ എടുത്ത് മടിയിൽ വെച്ച് കൊഞ്ചിക്കുന്ന കുഞ്ഞിനോട് പോലും നിനക്കൊരു ഇതുമില്ല, നിനക്കൊരു ആത്മാർത്ഥതയുമില്ല. നീ ഇപ്പോൾ ചിന്തിക്കുന്നത്, ഇന്നലെ ഷാജിദ ഷാജിയുടെ യത്തീം മക്കളെ ഷെരീഫ് പറഞ്ഞപ്പോൾ ലോകം മുഴുവൻ ഷാജിദ ഷാജിയോടൊപ്പം നിന്നു. ഇന്ന് ഞാൻ എൻ്റെ കുഞ്ഞ് യത്തീമാണ് എന്ന് പറഞ്ഞ് ഷെഫീന ബീബി എൻ്റെ കുഞ്ഞിനെ ഹറാമിലുണ്ടായവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെയും ആളുകൾ എടുത്ത് പൊന്തിച്ചങ്ങോട്ട് വെക്കും എന്നുള്ളത്. റിയാക്ഷൻ ചാനലുകാർക്ക് ഒരു കണ്ടന്റ് ഇട്ട് കൊടുക്കുക എന്നുള്ളതാണ് നിൻ്റെ ഇന്നത്തെ ഷോർട്സിൻ്റെ ലക്ഷ്യം. അല്ലാതെ അവിടെയും നിനക്ക് ആത്മാർത്ഥതയൊന്നും അല്ല നജില. എന്തിനിങ്ങനെ ജീവിക്കുന്നു കൊച്ചേ? ഇങ്ങനെ എന്തിന് ജീവിക്കുന്ന നീയൊക്കെ? നാണം കെട്ട പരിശ.